friends, this is Meenakshi and this is my dad. Sajeev. അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് KFC ചിക്കൻ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക. ഞാനും അച്ഛനും ഉണ്ടാക്കി. ഞങ്ങൾ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പ്രശ്നമോ അഥവാ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാത്. ഫ്രണ്ട്സ്, ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പൊട്ടാറ്റോസ്. അത് കട്ട് ചെയ്ത ഷേപ്പ് പറഞ്ഞാൽ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഏറ്റവും ആദ്യം ഇടുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പാത്രത്തിലേക്ക് അത് വെക്കണം. ഇതിൽ 0% തീരെ വെള്ളം ബാക്കി വരാൻ പാടില്ല. അപ്പം നമ്മൾ ഇതിലുള്ള എല്ലാ പൊട്ടാറ്റോസും ആദ്യം ഇതിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ ഫുള്ള് പൊട്ടാറ്റോസ് നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ട് ഇതൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ള എല്ലാ വെള്ളവും ഇതിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് താഴത്ത് ഫുള്ള് പോകണം. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഫുള്ള് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അപ്പം ഇത് നമുക്ക് ഒന്ന് ഉണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കാം. അപ്പം നമുക്ക് വെറുതെ ഒരു നല്ല ടിഷ്യൂ എടുത്തൊന്ന് ഒപ്പി കൊടുക്കാം. അപ്പം നമ്മളുടെ ഇത് നല്ലോണം ഉണങ്ങി നല്ല ഇതായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കാസറോളിൽ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്ര വലിയൊരു കടായിയാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ആദ്യം ചൂടാക്കിയതിന് ശേഷം പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മീൻസ് എത്രയാണ് ഒഴിക്കണമെന്ന് ചോദിച്ചാൽ അത് മുങ്ങുന്ന വരെ അത്ര ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ല ചൂടായതിനു ശേഷം നമ്മളുടെ ഈ ഉണങ്ങിയ മീൻസ് ഫുള്ള് ഇതായി വേവിച്ചെടുത്ത നമ്മളെ പൊട്ടാറ്റോസ് നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് മീൻസ് ഒരു ബ്രൗണിഷ് കളറായിട്ട് എടുത്താൽ മതി. അത് അതൊന്ന് ചൂടാവട്ടെ. അപ്പൊ നമ്മളുടെ ഈ ഓയിൽ നല്ലോണം ചൂടായിട്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒരേ ഓയിലിൽ ഫുള്ള് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം 2-3 പ്രാവശ്യം അതേ ഓയിൽ. അപ്പം ഞങ്ങൾ ഇത് ഒരു ട്രിപ്പ് തന്നെ എല്ലാം ഇത് കുറേ ഇട്ടിട്ടുണ്ട്, ഫുള്ള് ഇട്ടിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചത്. ഇനി നമുക്കിത് ഒന്ന് ബ്രൗൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫ്ലെയിം പറഞ്ഞാൽ ഹൈയിലാണ് ഇപ്പം. അപ്പം നമ്മളുടെ ഈ പൊട്ടാറ്റോസ് ഒന്ന് നല്ലോണം ഒന്ന് ബ്രൗണിഷ് ആയി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നല്ല സോസ്, നല്ല കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ്, കിസാൻ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി വെക്കാം. രാസായിട്ടുള്ള നമ്മുടെ ഇതൊക്കെ റെഡിയാണ്. നമുക്ക് അതൊന്ന് ഇതിലേക്ക് റെഡിയായി ഒന്ന് ഇട്ട് കിട്ടിയാൽ മതി. അപ്പം ഇത് നല്ലോണം ഒന്ന് ഞൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുന്നില്ലേ? അപ്പം ഞൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് എല്ലാ ഇതൊക്കെ ആയിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചിങ്ങനെ നല്ലോണം വെതറിയിട്ട് കുറച്ച് ഗരം മസാല നല്ലോണം, പിന്നെ കുറച്ച് ഉപ്പെടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടുകൊണ്ട് കുറച്ച് മതി. പിന്നെ നമ്മൾ ചെറുതായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ടേസ്റ്റി ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കാൻ പോവാണേ. It's really awesome. Really tasty. ശരിക്കും നല്ലോണം ഞൊരിഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ പോലും ഇത്ര നന്നായിട്ടായിരുന്നു. ഇപ്രാവശ്യം സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഷേസ്വാൻ മസാലയൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം സോസിനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. എനിവേ, ഇറ്റ്സ് ഓസം. നമ്മളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സംഭവം ഇത് ഭയങ്കര ഈസിയാണ്, പക്ഷെ കഴിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും അഡ്വൈസ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബൈ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വീഡിയോത്തെ ഒരു ന്യൂ മെമ്പറാണ്. ഇതെന്റെ അമ്മയാണ്. അമ്മ ഇത് എങ്ങനെയുണ്ട് കഴിക്കാൻ? വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഫ്രണ്ട്സ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.